ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു കുട്ടി മിനി വ്ളോഗാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ സൺഡേ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ ഓഫുള്ളത്. അപ്പോൾ നമ്മൾ സൺഡേ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു കുട്ടി മിനി വ്ളോഗ്, അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഒരു ചെറിയ റെസിപ്പി വീഡിയോ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരു ഷോപ്പിംഗ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു വീഡിയോ ആണ്. അപ്പോൾ പൊതുവേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് 2 ദിവസം ഓഫ് ഹസ്ബൻഡിലുള്ളപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സൺഡേ നമ്മൾ പുറത്തുനിന്നായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ദോശ ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ദോശ അവൈലബിൾ ആണ്. ഞാനതിന് മുമ്പ് ഷോർട്സിൽ ഞങ്ങളവിടെ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നമ്മൾ ദോശ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവടയുണ്ട്. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മസാല ദോശ കഴിച്ചു. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് ലഞ്ച് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ കിങ് ഫിഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നോർമലി നമ്മൾ ട്രഡീഷണലി നമ്മൾ തേങ്ങ അരച്ചിട്ട് കറി വെക്കില്ലേ, അപ്പോൾ ആ രീതിക്കാണ് കേട്ടോ ഞാൻ ഈ വട്ടം കിങ് ഫിഷ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഇതിൻ്റെ അരപ്പ് റെഡിയാക്കണം. ഞാനിവിടെ ഒരു ബൗള് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 അല്ലി ചുവന്നുള്ളി അത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന ഫിഷിൻ്റെ ആ ഒരു അളവിൽ വേണം കേട്ടോ നമ്മൾ തേങ്ങ എടുക്കാനായിട്ട്. തേങ്ങ മാത്രമല്ല, എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ വേണം. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൗഡേഴ്സാണ്. അതായത് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി പൗഡർ എടുത്താലും മതി. അപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 1 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 സ്പൂണോളം കൊറിയാണ്ടർ പൗഡർ, പിന്നെ കുറച്ചൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് ലൂസാക്കിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു കാണുന്ന രീതിക്ക് കുറച്ച് തിക്കായിട്ട് നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. ഒരുപാട് വെള്ളമാക്കാണ്ട് ലൂസാക്കാണ്ട് രീതിക്കാണ് അരച്ചത്. നമ്മളിനി എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യും. പിന്നെ ഒരു അരപ്പിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഇങ്ങനെയല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേറെ ഫിഷ് കറി വെക്കാനായിട്ടുള്ള ആ ഒരു ചട്ടി എൻ്റെ കയ്യിലില്ല. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ എല്ലാ വട്ടവും ഉണ്ടാക്കാറുള്ളത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഓവർ വെയ്റ്റ് കാരണം എനിക്ക് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഫിഷ് കറി എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. പിന്നെ നമ്മൾ അരപ്പ് ഇതിലേക്ക് മാറ്റി, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച്, പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. ചെറുതാണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം. ഞാനിതിപ്പോൾ ഒരു വലുതായതുകൊണ്ട് അതിൽ 1 എണ്ണം ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു കഷ്ണം പുളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. കുക്ക് ചെയ്തെടുക്കാൻ മീൻസ് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കില്ലേ, അങ്ങനെ ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോൾ വേണം നമ്മളിനി ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യമേ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്നുകൂടി ഒന്ന് ലോ ആക്കി കൊടുക്കുക. കാരണം നമ്മൾ ഫിഷ് കുക്കായി വരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്നുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതുവരെ കറിവേപ്പില ആഡ് ചെയ്തില്ലായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഫ്ലേവറിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമ്മളിത് ഈ ഒരു ഗ്രേവി നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു പെട്ടെന്ന് റെഡി ആവും കേട്ടോ. പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരുമ്പോൾ നമുക്കിനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കിങ് ഫിഷിനായിട്ട് ഈ ഒരു മെത്തേഡൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഏത് ഫിഷിനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഫിഷ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് തവി വെച്ചിട്ട് ഇളക്കാം. ഇത് കുക്കായതിന് ശേഷം തവി വെച്ചിട്ട് അധികം ഇളക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് പീസ് പൊടിഞ്ഞു പോകരുതല്ലോ, അതുകൊണ്ട് ഫസ്റ്റിൽ നമുക്കിപ്പം അല്ലാണ്ട് ഇളക്കാം. അതിനുശേഷം നമുക്കിനിപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താലും മതി.
നമ്മളെപ്പോഴും മുളകിട്ട് കൂടുതൽ കറി വെക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം വല്ലാത്തൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ചിലർക്ക് ഇങ്ങനെ തേങ്ങ അരച്ച് പൊതുവേ കറികൾ കഴിക്കുന്നതാണ്. ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് അല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഈ വട്ടം നമ്മളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞത്. സംഭവം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ഒക്കെ ആയിരുന്നു. അപ്പം ഏതെങ്കിലും ഫിഷ് ഇഷ്ടമുള്ള ഫിഷ് വെച്ചിട്ട് നമുക്ക് അയല വെച്ചിട്ടും ഒക്കെ റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മെയിൻ. അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഒരുപാട് പ്രൊസീജിയറൊന്നുമില്ല. ഇനി നമ്മൾ ഇതൊന്ന് കുക്കായി വന്നതിന് ശേഷം, നമ്മുടെ ഈ ഒരു ഫിഷ് കുക്കായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താലും മതി. ഞാൻ കിങ് ഫിഷ് ആയതുകൊണ്ട് എക്സ്ട്രാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്രയും ഉള്ളൂ, ഒരു 3-4 ടേബിൾ സ്പൂൺ അത്രയും അളവിലൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓഫാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫിഷ് കറി എന്ന് പറയുന്നത്. ഇനി നമുക്കിതിന് കടുക് താളിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിൽ കടുക് അല്ല കേട്ടോ പൊട്ടിക്കുന്നത്, ഉലുവ മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം കടുക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടുകും ഉലുവയും കൂടി രണ്ടും കൂടി ഇട്ടിട്ട് ചെയ്യാം. ഞാനിവിടെ ഉലുവ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ചെറിയ ഉള്ളി, ചുവന്നുള്ളി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കിനി നമ്മുടെ കറിയിലേക്ക് നേരെ ഒഴിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സിമ്പിളുമായിരുന്നു, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കിങ് ഫിഷ് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ കിങ് ഫിഷിനില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫിഷിൻ്റെ എടുത്തിട്ട് നമുക്കിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉലുവയൊക്കെ വറുത്ത് ചേർത്തതിന് ശേഷം ഒരുപാട് ഇളക്കാണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടാക്കിയിട്ട് അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്ലേവർ അധികം പുറത്ത് പോവാണ്ട് നന്നായിട്ട് അതിലേക്ക് തന്നെ കറിയിലേക്ക് തന്നെ അബ്സോർബ് ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമ്മൾ ലഞ്ചിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ കിങ് ഫിഷിൽ തന്നെ ഞാനൊരു 2 പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ 2 ഫിഷ് ഫ്രൈയും കൂടെ ആക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ഫിഷ് ഫ്രൈ റെഡി ആക്കാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞാനൊരു 1/2 സ്പൂണോളം ചില്ലി പൗഡറാണ്, കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ അല്ലാതെ നമ്മൾ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, ഫിഷ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന അളവ് കുറയ്ക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോൾട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാമല്ലോ. പിന്നെ അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിക്കായിട്ടൊന്ന് മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. നല്ല സ്പൈസി ആയിട്ടൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡർ കൂടെയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പെപ്പർ പൗഡർ അങ്ങനെ എല്ലായ്പ്പോഴും ഞാൻ ആഡ് ചെയ്യാറില്ല, ഇടയ്ക്കൊക്കെ മാത്രമേ ഞാൻ ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. ഞാനിത് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ. പിന്നെ ഇനി ഇത് നന്നായിട്ട് മസാല പ്രിപ്പയർ ചെയ്യുക. ഇനി അതിലേക്ക് നമ്മുടെ ഫിഷ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാമെങ്കിൽ പെട്ടെന്ന് അത് മാരിനേറ്റ് ആയി വരും. ഇല്ല പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് നോക്കുക. അതിനുശേഷം നമ്മൾ ഇനിയിപ്പം ഓയിൽ ഒഴിച്ചിട്ട് നോർമലി നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഓയിൽ ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പെരുംജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രൈ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു എക്സ്ട്രാ നല്ല ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മതി കേട്ടോ. എനിക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ വെളുത്തുള്ളി ജസ്റ്റ് അരിഞ്ഞിട്ടിട്ട് അത് ഈ ഫിഷിൻ്റെ കൂട്ടത്തിൽ കിടന്ന് വറുത്ത് എടുക്കുന്ന ആ ഒരു ഫ്ലേവറാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ മസാലയിൽ ആഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇപ്പം ഓയിലിനകത്ത് ആഡ് ചെയ്യുന്നത്.
അപ്പോൾ ഇതും ഫിഷിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് ഇതും ഫ്രൈ ആവും. അപ്പോൾ അത് ഫിഷിലേക്കും ആ ഒരു വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ഫ്ലേവർ എക്സ്ട്രാ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഓൾറെഡി റൈസ് പ്രിപ്പയർ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഒരു മെഴുക്കുവരട്ടി, അത് രണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും കറി ഉണ്ടെങ്കിലും ഒരു ഫിഷ് ഫ്രൈ വേണം എന്ന് ഒരിതുണ്ടല്ലോ. നേരത്തെ നല്ല ഇപ്പോഴാണെങ്കിലും വീട്ടിൽ ഫിഷ് കറി വെക്കുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ഫിഷ് ഫ്രൈ എടുക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ പൊതുവേ ഫിഷ് ഫ്രൈ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു ഫിഷ് ഫ്രൈ റെഡിയാക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ്. അപ്പം ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ഫിഷ് കറിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള രീതിക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറി എടുത്തു. പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൊട്ടറ്റോ മസാല, നമ്മൾ മെഴുക്കുവരട്ടിയില്ലേ, അത് എക്സ്ട്രാ കുറച്ച് മസാലയൊക്കെ ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയായിരുന്നു കേട്ടോ നമ്മൾ ലഞ്ചിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് വേണമായിരുന്നു നമുക്ക് ഷോപ്പിങ്ങിനായിട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് നേരെ പോയത് ലുലുവിലേക്കാണ് കേട്ടോ. ലുലു നമുക്കിവിടുന്ന് ഒരു 5 or 10 minutes ഡ്രൈവ് ഉണ്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലുലുവിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പൈനാപ്പിൾ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത്. ഇവിടെ ഈ പൈനാപ്പിൾ എടുത്ത് കൊടുക്കാമെങ്കിൽ അവർ തന്നെ ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് എടുത്തു. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇത് ഏത് കൺട്രിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതെടുത്തു. നമ്മൾ ഇന്ത്യനേക്കാൾ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ടേസ്റ്റ്. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റം എടുത്തു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും എടുക്കാനായിട്ട് നമ്മൾ വീറ്റ് ബ്രെഡ് നോക്കുകയാണ് കേട്ടോ. നമ്മൾ വീറ്റ് ബ്രെഡ് എടുക്കാറുണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനോ നൈറ്റിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീറ്റ് ബ്രെഡ് എടുക്കാറുണ്ട്. പിന്നെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫുഡ്, നമ്മുടെ ഈ സ്നാക്സ് ഐറ്റം ഇല്ലേ അതുണ്ട്. അപ്പോൾ കുറച്ച് സാധനമൊക്കെ നമ്മൾ പിക്ക് ചെയ്തു കേട്ടോ അതിനകത്തുനിന്ന്, ഭയങ്കര സെലക്റ്റീവായിട്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മൾ നാട്ടിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റൊന്നും അല്ല. ടേസ്റ്റ് നമുക്ക് നാട്ടിൽ കിട്ടുന്നതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ നാടൻ സ്നാക്സൊക്കെ നാട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ കിട്ടുന്ന സുഗിയൻ എനിക്ക് ഒരുവിധം ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ അവിടുന്ന് വാങ്ങി. പിന്നെ നമ്മൾ അല്ലാതുള്ള നോർമൽ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ള കുറച്ച് സ്നാക്സ് നമ്മൾ കഴിച്ചു. നമ്മൾ ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ടാണല്ലോ പോയത്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഹെവി ആക്കിയില്ല. പിന്നെ അവിടെ മെക്ഡിന്ന് ഒരു 2 dirhamsൻ്റെ ഒരു ഐസ്ക്രീം വാങ്ങി കേട്ടോ. പിന്നെ അത് കഴിച്ചു. എനിക്ക് പനി ആയതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മളൊരു 7:30, 8 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ലോഗ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറക്കാണ്ട് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ.